So today we are going to discuss about pulse code modulation. Audible alle? Audible alle? Miss. Okay. So today we are going to discuss about pulse code modulation or otherwise PCM. ഒരു PCM system എന്താണെന്ന് നോക്കാം. So this pulse code modulation or PCM is known as a digital pulse modulation. ഈ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് അനലോഗ് മോഡുലേഷൻ ആയിരുന്നു. പക്ഷേ ഈ PCM എന്ന് പറയുന്ന സമയത്ത് ഒരു ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ ടെക്നിക്കാണ്. മെയിൻ ഡിഫറൻസ് ആണ്. പൾസ് കോഡ് മോഡുലേഷൻ or PCM is known as digital pulse modulation. In fact, the pulse code modulation is quite complex as compared to analog pulse modulation technique like PAM, PWM, PPM. So ഈ analog pulse modulation ആണ് ഈ PAM, pulse amplitude modulation, pulse width modulation, pulse position modulation. ഈ PAM, PWM, PPM കാട്ടും കോംപ്ലക്സ് ആണ്. ഈ അനലോഗ് പൾസ് മോഡുലേഷൻ ടെക്നിക്കിനെക്കാട്ടും കോംപ്ലക്സ് ആണ് ഈ പറഞ്ഞ ഈ ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ. PCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ ആണ്. ഒരു ഡിജിറ്റൽ പൾസിന്റെ മോഡുലേഷൻ ടെക്നിക്കാണ് ഈ പറഞ്ഞ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കമ്പയർ ടു അനലോഗ് പൾസ് മോഡുലേഷൻ ടെക്നിക് PAM, PWM, PPM ഒക്കെ അനലോഗ് പൾസ് മോഡുലേഷൻ ആണ്. സോ ഈ അനലോഗ് പൾസ് മോഡുലേഷനെ കമ്പയർ ചെയ്ത സമയത്ത് ഈ PCM എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ് ആണ്. In the sense that the message signal is subjected to a great number of operations. ഈ പൾസ് കോഡ് മോഡുലേഷൻ്റെ അകത്ത് നമ്മൾ മെസ്സേജ് സിഗ്നലിന് നമ്മൾ ഒരു കുറേ ഓപ്പറേഷൻസ് അതിൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ട്. ഈ പൾസ് കോഡ് മോഡുലേഷൻ്റെ അകത്ത് നമ്മൾ ഈ കുറേ ഓപ്പറേഷൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ PCM എന്ന് പറയുന്നത് PCM ടൈപ്പ് ഓഫ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ടു അനലോഗ് പൾസ് മോഡുലേഷൻ ടെക്നിക് ഈ ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ ടെക്നിക് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. അതാണ് ഈ ഫസ്റ്റ് പോയിന്റ് ഉദ്ദേശിക്കുന്നത്. So in PCM, an analog signal or information is converted into binary sequence. ഈ പൾസ് കോഡ് മോഡുലേഷൻ്റെ അകത്ത് നമ്മൾ അനലോഗ് സിഗ്നൽസിന് അല്ലെങ്കിൽ ഇൻഫർമേഷൻസിന് നമ്മൾ ബൈനറി സീക്വൻസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഡിജിറ്റലൈസ് ആക്കുക ചെയ്യുന്നത്. ഈ PCM, an analog signal or information is converted into binary sequence that is ones and zeros. So the output of the PCM resembles a binary sequence. So നമ്മൾ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താ ഒരു ബൈനറി സീക്വൻസ് ആയിരിക്കും PCMന്റെ. PCMത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബൈനറി സീക്വൻസ് ആയിരിക്കും. നമ്മൾ അനലോഗ് സിഗ്നലിന് കറസ്പോണ്ടിങ് വൺസ് ആൻഡ് സീറോസ് ആക്കിയിട്ട് നമ്മൾ മാറ്റും. നമ്മളെ മെസ്സേജ് സിഗ്നലിന് നമ്മൾ കറസ്പോണ്ടിങ് വൺസ് ആൻഡ് സീറോസ് ആക്കിയിട്ട് മാറ്റും. അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ PCMത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബൈനറി സീക്വൻസ് ആയിരിക്കും. നമുക്ക് കാണാം. The following figure shows an example of PCM output with respect to instantaneous values of a sine wave. So ഇതാണ് നമ്മൾ അനലോഗ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു നമ്മളെ സൈൻ വേവ്. അതിന്റെ കറസ്പോണ്ടിങ് PCM ഔട്ട്പുട്ട് എങ്ങനെയാണ്? അതായത് വൺസ്, ഇതിപ്പോ ഈ ഒരു പൾസ് നോക്കുവാണെങ്കിൽ ഇത് 1 0 1 0 1 0 എന്നുള്ള രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഒരു അനലോഗ് സിഗ്നലിന് കറസ്പോണ്ടിങ് വൺസ് ആൻഡ് സീറോസ് ആക്കിയിട്ട് മാറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ PCM. PCMത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി സീക്വൻസ് ആയിരിക്കും. ബൈനറി സീക്വൻസ് ഇൻ ദ സെൻസ് ബൈനറി മീൻസ് 2, ഒന്ന് 1ഉം ഒന്ന് 0 ആണ്. സോ ബൈനറി സീക്വൻസ് ആയിരിക്കും PCMത്തിന്റെ ഔട്ട്പുട്ട്. ആ പോയിന്റ് മെൻഷൻ ചെയ്യുന്നത് PCM പ്രൊഡ്യൂസസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് ഓർ ഡിജിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പൾസ് സ്ട്രീം. ഒരു പൾസ് സ്ട്രീം പ്രൊഡ്യൂസ് ചെയ്യാണ്ട് ഒരു സീരീസ് ഓഫ് നമ്പർ ഓർ ഡിജിറ്റ് ആണ് ഈ PCM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് വൺ ഓഫ് ദിസ് ഡിജിറ്റ് ഇസ് എ ബൈനറി കോഡ് ആൻഡ് റെപ്രസെന്റ് ദ അപ്രോക്സിമേറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ സാമ്പിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻസ്. സോ ഒരു പൾസ് ഓഫ് ട്രെയിൻ അല്ല ഈ PCM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. PCM പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി സീക്വൻസ് ആണ്. അതിന് ഈ ബൈനറി സീക്വൻസിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ആ സാമ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റിനോട് ഈക്വൽ ആണ്. ദാറ്റ് ഇസ് ഇൻ ബൈനറി കോഡ് റെപ്രസെന്റ് ദ അപ്രോക്സിമേറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ സാമ്പിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. ഇനി ഇൻ പൾസ് കോഡ് മോഡുലേഷൻ്റെ അകത്ത് നമ്മൾ മെസ്സേജ് സിഗ്നൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യൂസിങ് എ സീക്വൻസ് ഓഫ് കോഡഡ് പൾസ് ആണ്. നമ്മൾ ഒരു കോഡഡ് പൾസ് വെച്ചിട്ടാണ് നമ്മൾ മെസ്സേജ് സിഗ്നൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. This message signal is achieved by representing a signal in discrete form in both time and amplitude. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ എപ്പോഴാണ് ഏത് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സിഗ്നലിന് ബോത്ത് ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? സാമ്പിളിംഗ് ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാ, ക്വാണ്ടൈസേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാ? പ്രീവിയസ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
സാമ്പിളിങ്ങും അതേപോലെ തന്നെ ക്വാണ്ടൈസേഷനും. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്നാ, ഡിസ്ക്രീറ്റ് ഇൻ ടൈമും കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡാണ് സാമ്പിളിങ്ങിന്റെ ഔട്ട്പുട്ട്. പക്ഷെ സാമ്പിളിങ് ചെയ്ത സാധനത്തിൽ നമ്മൾ ക്വാണ്ടൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്ക്രീറ്റ് ഇൻ ടൈമും ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു സിഗ്നൽ കിട്ടും, അല്ലേ? സോ ഈ പൾസ് കോഡ് മോഡുലേഷൻ്റെ അകത്ത് നമ്മൾ ഈ മെസ്സേജ് സിഗ്നൽ ഒരു സീക്വൻസ് ഓഫ് കോഡഡ് പൾസ് ആക്കുന്നത് നമ്മളൊരു സാമ്പിളറിലൂടെ പാസ് ചെയ്ത് ഒരു ക്വാണ്ടൈസറിലൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ ഈ PCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആണ്. കാരണം ഇവിടെ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. സീരീസ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. ലൈക്ക് സാമ്പിളിംഗ് പെർഫോം ചെയ്യുന്നുണ്ട്, ക്വാണ്ടൈസേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോംപ്ലക്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുന്നേ പറഞ്ഞ പോയിന്റ് അതാ മീൻ ചെയ്യുന്നത്. സോ ഈ പൾസ് കോഡ് മോഡുലേഷനകത്ത് നമ്മൾ മെസ്സേജ് സിഗ്നൽ, അതായത് നമ്മൾ ഈ സൈൻ വേവ് ആയിക്കോട്ടെ, നമ്മൾ അനലോഗ് സിഗ്നൽ ആയിക്കോട്ടെ, ഈ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ഒരു റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കോഡഡ് പൾസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് വൺസ് ആൻഡ് സീറോസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ വൺസ് ആൻഡ് സീറോസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെ? ഈ വൺസ് ആൻഡ് സീറോസിലേക്ക് നമുക്ക് എത്തുന്നത് ബൈ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. ആ സീരീസ് ഓഫ് ഓപ്പറേഷൻസിലുള്ളതാണ് ഈ പറഞ്ഞ സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷനും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ വൺസ് ആൻഡ് സീറോസിലേക്ക് അച്ചീവ് ചെയ്യുന്നത്. മീൻസ് വൺസ് ആൻഡ് സീറോസിലേക്ക് നമ്മൾ മെസ്സേജ് സിഗ്നലിനെ വൺസ് ആൻഡ് സീറോസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷനും ഒക്കെ വെച്ചിട്ടാണ്. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇപ്പം പ്രസന്റ് ആയിരിക്കുന്ന എല്ലാരും. ഇപ്പൊ ആരും പ്രസന്റ് അല്ലേ? ബോയ്സ്, ഡൊമിനിക്, ആദിൽ, ഷാരോൺ, വിഷ്ണു, വൈഷ്ണവ്. വൈഷ്ണവ്, ഓക്കെ. സോ ഇതാണ് നമ്മുടെ എലിമെന്റ്സ് ഓഫ് PCM സിസ്റ്റം. എലിമെന്റ്സ് ഓഫ് PCM ഒരു പൾസ് കോഡ് മോഡുലേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് എലിമെന്റ്സിന്റെ ബ്ലോക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ ട്രാൻസ്മിറ്റർ സൈഡ് ഉണ്ട്, അതേപോലെ ട്രാൻസ്മിഷൻ പാത്ത് ഉണ്ട്, റിസീവർ ഉണ്ട്. അതിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് 3 കോമ്പോണൻസ്? ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, ഒരു ട്രാൻസ്മിഷൻ പാത്ത് ഉണ്ടാവും, അതേപോലെ റിസീവർ ഉണ്ടാവും. സോ ഈ PCM ട്രാൻസ്മിറ്ററിനകത്തുള്ള ബ്ലോക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു അനലോഗ് സിഗ്നൽ ഉണ്ട്. ആ അനലോഗ് സിഗ്നൽ ഒരു ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുത്തു. ആ ലോ പാസ് ഫിൽറ്ററിന് നമ്മൾ സാമ്പിളർ, ക്വാണ്ടൈസർ, എൻകോഡർ, ഇപ്പം മുന്നേ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അനലോഗ് സിഗ്നലിന് ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുത്തു. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ സാമ്പിളർ. സാമ്പിളിംഗ് പെർഫോം ചെയ്തു. അതായത് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡും ഡിസ്ക്രീറ്റ് ഇൻ ടൈമും ആണ് സാമ്പിളറിന്റെ ഔട്ട്പുട്ട്. അത് നമ്മളൊരു ക്വാണ്ടൈസറിലേക്ക് കൊടുത്തു. ക്വാണ്ടൈസറിൽ എന്താ അതിന്റെ ഔട്ട്പുട്ട്? ഡിസ്ക്രീറ്റ് ഇൻ ടൈമും ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള സിഗ്നലാണ് ക്വാണ്ടൈസറിലേക്ക് കൊടുത്തത്. മീൻസ് ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ടായി വരുന്നത്. അത് നമ്മളൊരു എൻകോഡറിലേക്ക് കൊടുത്തു. അതിനെ കറസ്പോണ്ടിങ് പൾസ് കോഡാക്കി മാറ്റി. അതാണ് നമ്മുടെ PCM സിഗ്നൽ. ഇനി ഈ PCM സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതല്ല, ഇതാണ് ട്രാൻസ്മിറ്റർ പാത്ത് എന്ന് പറയുന്നത്. സോ ഈ PCM സിഗ്നലിനപ്പുറം കുറച്ച് നോയ്സും കൂടി ആഡ് ഓൺ ആവും. അതുകൊണ്ട് തന്നെ അത് ഡിസ്റ്റോർട്ടഡ് PCM സിഗ്നൽസ് ആയി മാറി. ഇനി PCM സിഗ്നൽസ് നമ്മളൊരു ഇൻ ബിറ്റ്വീൻ നമ്മൾ ട്രാൻസ്മിറ്റർ പാത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പാത്തിന്റെ അകത്ത് റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഈ റിപ്പീറ്റേഴ്സ് എന്തിനാന്ന് വെച്ചാൽ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാനാണ്. അതായത് നമ്മളെ ഒറിജിനൽ സിഗ്നൽ ഒന്നും കൂടി റീജനറേറ്റ് ചെയ്യും, ബൂസ്റ്റിംഗ് നടക്കും. സോ ആ റീജനറേറ്റഡ് PCM സിഗ്നൽ ആണ് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്, റിസീവറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. സോ ഇൻപുട്ട് ഇസ് ഗിവൻ ടു എ റീജനറേഷൻ സർക്യൂട്ട് ആൻഡ് ദെൻ ഇറ്റ് ഇസ് ഡീകോഡഡ് ആൻഡ് യൂസിങ് എ റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ ഇറ്റ് ഇസ് ഗിവൻ ടു എ ഡെസ്റ്റിനേഷൻ. സോ ഇത്രയാണ് ഒരു PCMത്തിന്റെ ബേസിക് എലിമെന്റ്സ്. ഇനി ഈ ഓരോ ട്രാൻസ്മിറ്റർ എന്താ, ഈ റീജനറേറ്റർ എന്താ, അതേപോലെ ഈ റിസീവറിന്റെ ഓരോ ബ്ലോക്കിലേക്ക് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൾസ് കോഡ് മോഡുലേഷൻ സിസ്റ്റത്തിൽ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ട്രാൻസ്മിറ്ററിനാണ് ഈ പറഞ്ഞ പൾസ് കോഡ് മോഡുലേഷൻ നടക്കുന്നത്. ഈ ട്രാൻസ്മിറ്ററിലാണ് നമ്മൾ അനലോഗ് സിഗ്നലിനെ ഒരു പൾസ് കോഡാക്കി മാറ്റുന്നത്. ഈ പൾസ് കോഡാക്കി മാറ്റിയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രാൻസ്മിറ്റർ പാത്തിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ട്രാൻസ്മിറ്റർ പാത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് ഈ പറഞ്ഞ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ്. അതെന്തിനാന്ന് നമുക്ക് പഠിക്കാം.
ഇനി ഈ പറഞ്ഞ റീജനറേറ്റഡ് ആയിട്ടുള്ള സാധനം, അതായത് നമ്മൾ പൾസ് കോഡ് മോഡുലേഷൻ, റീജനറേറ്റഡ് ആയിട്ടുള്ള പൾസ് കോഡ് മോഡുലേഷൻ ആണ് നമ്മൾ റിസീവറിൽ എത്തുന്നത്. അത് അതിനെ ഡീകോഡ് ചെയ്ത് കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷനിലേക്ക് ഏതാണോ മെസ്സേജ്, ആ മെസ്സേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഇത്രയാണ് ഒരു എലിമെന്റ്സ് ഓഫ് PCM സിസ്റ്റം. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ മെയിൻ പാർട്സ്. ദാറ്റ് ഇസ് ട്രാൻസ്മിറ്റർ, ട്രാൻസ്മിഷൻ പാത്ത് ഉണ്ട്, അതുപോലെ റിസീവർ ഉണ്ട്. It consists of three main parts, that is transmitter, transmission path and receiver. The essential operation in the transmitter of a PCM. Also, നമ്മളിപ്പം പറഞ്ഞു ഇതിൽ 3 മെയിൻ എലിമെന്റ്സ് ഉണ്ട്. ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്മിറ്റർ പാത്ത് ഉണ്ട്, പിന്നെ ഒരു റിസീവർ ഉണ്ട്. ഇനി ഈ ട്രാൻസ്മിറ്ററിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ്. ദ എസെൻഷ്യൽ ഓപ്പറേഷൻ ഇൻ ദ ട്രാൻസ്മിറ്റർ ഓഫ് എ PCM സിസ്റ്റം സാമ്പിളിംഗ് ഉണ്ട്, ക്വാണ്ടൈസിംഗ് ഉണ്ട്, അതേപോലെ എൻകോഡിംഗ് ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ മുന്നേ പറഞ്ഞത് PCM സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം ഇവിടെ 3 ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഇൻ ദ ട്രാൻസ്മിറ്റർ. സാമ്പിളിംഗ് ഉണ്ട്. സാമ്പിളിംഗ് എന്താ ചെയ്യുക, നമ്മൾ അനലോഗ് സിഗ്നൽ കണ്ടിന്യൂസ് ഇൻ ടൈമും കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു. അതിന് ആ കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡും കണ്ടിന്യൂസ് ഇൻ ടൈമും ആയിട്ടുള്ള സിഗ്നൽസിന് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡും ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് സാമ്പിളിംഗ്. സോ അതിന് നമ്മളൊരു ക്വാണ്ടൈസറിലേക്ക് കൊടുത്തു. ഈ ക്വാണ്ടൈസർ എന്താ ചെയ്യുക, ഈ കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡിനെ ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആക്കി മാറ്റും. സോ ഡിസ്ക്രീറ്റ് ഇൻ ടൈമും ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ഈ ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ടു എൻ എൻകോഡർ. എൻകോഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ കറസ്പോണ്ടിങ് വൺസ് ആൻഡ് സീറോസ് അതിലേക്ക്, അതായത് പൾസ് കോഡിലേക്ക് എൻകോഡ് ചെയ്യുന്നതാണ് ഈ എൻകോഡർ. സോ എസെൻഷ്യൽ 3 ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്: സാമ്പിളർ, ക്വാണ്ടൈസർ, എൻകോഡർ. ഇനി as discussed earlier, sampling is the operation in which analog signal is sampled according to the sampling theorem, resulting in discrete time signal. So നമ്മൾ സാമ്പിളിംഗ് തിയറം എന്തായിരുന്നു, നമ്മൾ എങ്ങനെ സാമ്പിൾ ചെയ്താലാണ്, ഏത് ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ സാമ്പിൾ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞേ. ഏത് ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ സാമ്പിൾ ചെയ്തിട്ടുണ്ട്? നമ്മളെ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. അതായത് FS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM ആകുന്ന കേസിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ സാമ്പിളിംഗ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഓവർലാപ്പിംഗ് ഓഫ് സിഗ്നൽസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ISI പ്രൊഡ്യൂസ് ആവും. അത് മുന്നേ പാർട്ടുള്ളതാണ്, പ്രീവിയസ് ക്ലാസ്സിൽ പാർട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ള സാമ്പിളിംഗ് തിയറും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സാമ്പിളിംഗ് നിക്യൂസ് ക്രൈറ്റീരിയ എന്താണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ സാമ്പിളിംഗ് ഷുഡ് ബി പെർഫോംഡ് അക്കോർഡിംഗ് ടു ദ സാമ്പിളിംഗ് തിയറം. അതായത് FS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. FM എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി ആണ്, ഒരു മെസ്സേജ് സിഗ്നലിനകത്തുള്ള മാക്സിമം ഫ്രീക്വൻസിയാണ് FM. And the quantizing and encoding operations are usually performed in the same circuit, which is known as analog to digital converter ADC. So ഈ ക്വാണ്ടൈസിങ്ങും ADCയും, അതായത് ക്വാണ്ടൈസിങ്ങും എൻകോഡിങ്ങും, ഈ ക്വാണ്ടൈസിങ് ഓപ്പറേഷനും എൻകോഡിങ് ഓപ്പറേഷനും നമ്മൾ യൂഷ്വലി ഒരു സെയിം സർക്യൂട്ടിനകത്താണ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് സർക്യൂട്ട് ഈസ് നോൺ ആസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. സോ നമുക്കിവിടെ കാണാം, നമ്മൾ ഈ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലിലേക്ക് ആക്കി മാറ്റുന്നതാണ് ഈ ക്വാണ്ടൈസറും എൻകോഡറും ചെയ്യുന്നത്. ഈ ക്വാണ്ടൈസർ എൻകോഡറും ഒരു സെയിം ഡിവൈസിനകത്ത് നിന്ന് ചെയ്യുന്നത്, ദാറ്റ് ഈസ് A to D കൺവേർട്ടറിനകത്താണ് ഈ ക്വാണ്ടൈസറും എൻകോഡറും എൻകോഡിങ്ങും നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതാണ് ഈ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. ദാറ്റ് ഈസ് the quantizing and encoding operation are usually performed in the same circuit, which is known as analog to digital converter. The essential operation in the receiver of a PCM system. So നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ട്രാൻസ്മിറ്റർ ഓഫ് എ PCM സിസ്റ്റം ആണ്. ഇനി ഈ റിസീവർ, PCM സിസ്റ്റത്തിന്റെ റിസീവറിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ റീജനറേഷൻ ഓഫ് ഇംപയർഡ് സിഗ്നൽ. അതായത് ഇംപയർഡ് സിഗ്നൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഡിസ്റ്റോർട്ടഡ് സിഗ്നൽസ് ഇല്ലേ, നമ്മൾ ഈ PCM ഒരു ട്രാൻസ്മിഷൻ പാത്തിലൂടെ വന്നു ഇവിടെ എത്തുന്നത് തന്നെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട്, നോയ്സ് ഒക്കെ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് ഈ PCM സിഗ്നൽ. അതായത് സിഗ്നൽസ് ഗെറ്റ് ഇംപയർഡ്. സോ അതിനെ റീജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ റിസീവറിലെ ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡീകോഡിങ് ആൻഡ് ഡീമോഡുലേഷൻ ഓഫ് ദ ട്രെയിൻ ഓഫ് ക്വാണ്ടൈസ്ഡ് പൾസ് സാമ്പിൾസ്. അല്ലെങ്കിൽ ഈ ക്വാണ്ടൈസ് ചെയ്തതും സാമ്പിളിംഗ് ചെയ്ത അല്ലെങ്കിൽ സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസ് പെർഫോം ചെയ്ത ഈ PCMത്തിന്റെ അകത്തുനിന്ന് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുക, നമ്മളെ ഒറിജിനൽ അനലോഗ് ഇൻഫർമേഷൻ ഡീകോഡ് ചെയ്ത് ഡീമോഡുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. So these operations are usually performed in the same circuit, which is known as digital to analog converter. So ഈ ഒരു ഓപ്പറേഷൻ, അതായത് ഡീമോഡുലേഷനും ഡീകോഡിങ്ങും നമ്മൾ ചെയ്യുന്നത് ഈ ഒരു
എ കൺവേർട്ടറിലാണ്, അതായത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. സോ ഈ പറഞ്ഞ ട്രാൻസ്മിറ്റർ സൈഡിൽ നമുക്ക് ഈ അനലോഗിനെ ഡിജിറ്റലാക്കാൻ വേണ്ടി നമ്മൾ ഒരു ADC ഉപയോഗിക്കുന്നുണ്ട്, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. റിസീവർ സൈഡിൽ തിരിച്ച് ഡിജിറ്റലിനെ നമുക്ക് അനലോഗ് ആക്കി മാറ്റണം, തിരിച്ച് ഡിജിറ്റലിനെ നമുക്ക് അനലോഗ് ആക്കി മാറ്റണം. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഫർദർ, at intermediate point along the transmission route from the transmitter to receiver, regenerative repeaters are used. ഈ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് നമുക്ക് ഈ ട്രാൻസ്മിഷൻ പാത്തിൻ്റെ അകത്ത് കാണാം, കുറേ ഇങ്ങനെ റിപ്പീറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ദേ ആർ യൂസ് ടു റീകൺസ്ട്രക്ട്, that is regenerate the transmitted sequence of coded pulse in order to combat the accumulated effect of signal distortions and noise. ഈ PCM സിസ്റ്റം, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള PCM സിസ്റ്റത്തിന് നമ്മൾ റീജനറേറ്റ് ചെയ്യുന്ന, നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്തത് അതന്നെ ഒന്നുകൂടി റീജനറേറ്റ് ചെയ്തെന്നാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഡിസ്റ്റോർഷൻസും നോയ്സ് എല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ആ PCM സിഗ്നൽ, നമ്മൾ എന്ത് PCM സിഗ്നൽ ആണോ അയക്കുന്നത് അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ടാവും. സോ ആ ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീജനറേഷൻ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നും കൂടി നമ്മൾ ആ ട്രാൻസ്മിറ്റഡ് സീക്വൻസിനെ റീജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് മീൻ ചെയ്യുന്നത്. And the quantization refers to use of a finite set of amplitude level and then selection of a nearest to a particular sample value. So in quantization നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നിയറസ്റ്റ് വാല്യൂലേക്കാണ് റൗണ്ടിങ് ഓഫ് പ്രോസസ് തന്നെയാണ് യൂഷ്വലി ക്വാണ്ടൈസേഷൻ. സോ നെക്സ്റ്റ് നിയറസ്റ്റ് പെർട്ടിക്കുലർ സാമ്പിൾ വാല്യൂലേക്ക് നമ്മൾ സെലക്ട് ചെയ്യും. നമ്മൾ മെസ്സേജ് സിഗ്നൽ ആസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇറ്റ്. സോ നമ്മൾ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ 2 ലെവൽസ് വെച്ചിട്ടാണ്. സോ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഏത് നെക്സ്റ്റ് നിയറസ്റ്റ് ലെവലിനോടാണ് കൂടുതൽ നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യും. So in fact, this operation combined with the sampling permit the use of coded pulse for representing the message signal. Thus, it is analog modulation technique. So analog modulation technique ഈ സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷനും അല്ലെങ്കിൽ ഈ ക്വാണ്ടൈസിങ് ടെക്നിക്കാണ് ഈ പൾസ് കോഡ് മോഡുലേഷനും പിന്നെ ഈ ബാക്കി പറഞ്ഞ അനലോഗ് PWM പൾസ് പൊസിഷൻ മോഡുലേഷനും PM പോലത്തെ മോഡുലേഷൻ ടെക്നിക്കിന് ഇത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്വാണ്ടൈസിങ് സാമ്പിളിംഗ് ഒക്കെയാണ് ഇതിനെ ഒരു PCM സിസ്റ്റത്തിന് അല്ലെങ്കിൽ പൾസ് കോഡ് മോഡുലേഷൻ സിസ്റ്റത്തിന് ഒരു ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഫീച്ചേഴ്സ്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ PCM is a type of pulse modulation like PAM, PWM, PPM, but there is an important difference between that is PAM, PWM and PPM are analog pulse modulation system, whereas PCM എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ ആണ്. കാരണം നമുക്ക് അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1010 എന്നുള്ളൊരു ബൈനറി സീക്വൻസ് ആയിട്ടാണ് ഈ PCM ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദിസ് മീൻസ് ദാറ്റ് PCM ഔട്ട്പുട്ട് ഈസ് കോഡഡ് ഇൻ ഡിജിറ്റൽ ഫോം. ആ ഡിജിറ്റൽ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് 1010 എന്നുള്ള ഡിജിറ്റൽ ഫോമിലാണ് PCM ഔട്ട്പുട്ട് ഉള്ളത്. സോ മെയിൻ ഡിഫറൻസ് അനലോഗ് പൾസ് മോഡുലേഷൻ ടെക്നിക്കിലെ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ PAM, PWM ഓർ PPM വേഴ്സസ് PCM നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ PCM എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ സ്കീമാണ്, ബാക്കിയൊക്കെ അനലോഗ് പൾസ് മോഡുലേഷൻ സ്കീമാണ്. ഇത് ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ സ്കീം ആവാൻ കാരണം എന്ന് വെച്ചാൽ PCM ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റൽ പൾസ്. ഡിജിറ്റൽ പൾസ് എന്ന് പറഞ്ഞാൽ PCM ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബൈനറി സീക്വൻസ് ആണ്, 1s and 0s എന്നുള്ള ബൈനറി സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു എന്താ പറയാ, അതൊരു ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം. So it is in the form of digital pulse of constant amplitude, width and position. And the information is transmitted in the form of code word. When PCM system consists of a PCM encoder, that is transmitter, and a PCM recorder. Adinte in between ആയിട്ട് ഒരു ട്രാൻസ്മിഷൻ പാത്ത് ഉണ്ട്. ആ ട്രാൻസ്മിഷൻ പാത്തിൽ we have regenerative repeaters. The essential operation in the PCM transmitter are sampling, quantizing and encoding. സോ ഈ ഒരു സിസ്റ്റം കോംപ്ലക്സ് ആവാൻ കാരണം ഈ പറഞ്ഞ ട്രാൻസ്മിറ്ററിൻ്റെ അകത്ത് ഈ സാമ്പിളിങ്ങും ക്വാണ്ടൈസിങ്ങും അതേപോലെ എൻകോഡിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ സിസ്റ്റം PCM സിസ്റ്റം കോംപ്ലക്സ് ആവാൻ കാരണം. ഓൾ ഓപ്പറേഷൻസ് ടു ഡിജിറ്റൽ കൺവേർട്ട്. ഈ പറഞ്ഞ ട്രാൻസ്മിറ്ററിൻ്റെ അകത്ത് ഈ സാമ്പിളിങ്ങും ക്വാണ്ടൈസിങ്ങും എൻകോഡിങ്ങും ഈ പറഞ്ഞ 3 ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലാണ്. റിസീവർ സൈഡിൽ നമുക്ക് ഈ പറഞ്ഞ ഡിമോഡുലേഷനും ഡീകോഡിങ്ങും നടക്കുന്നുണ്ട്. അത് പെർഫോം ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലാണ്. സോ ട്രാൻസ്മിറ്റർ സൈഡിൽ ഒരു ADC ഉണ്ടെങ്കിൽ റിസീവർ സൈഡിൽ ഒരു DAC ഉണ്ട്. ട്രാൻസ്മിറ്റർ സൈഡിൽ അനലോഗ് ടു ഡിജിറ്റൽ മോഡുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ റിസീവർ സൈഡിൽ ഡിജിറ്റലിനെ തിരിച്ച് അനലോഗ് ആക്കി മാറ്റുന്നതാണ്.
എന്നിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഒരു PCM ട്രാൻസ്മിറ്ററിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ സോഴ്സ് ഓഫ് കണ്ടിന്യൂസ് ടൈം മെസ്സേജ് സിഗ്നൽ ഉണ്ട്, അതായത് നമ്മൾ അനലോഗ് സിഗ്നൽ ഉണ്ട്. ആ അനലോഗ് സിഗ്നലിന് നമ്മളൊരു ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നതാണ്. കാരിയർ ഫ്രീക്വൻസി ഇസിക്കൽ ടു മെസ്സേജ് ഫ്രീക്വൻസി ഉള്ള സെറ്റ് ചെയ്ത ഒരു ലോ പാസ് ഫിൽറ്ററിലേക്കാണ് നമ്മൾ ഈ അനലോഗ് സിഗ്നൽ, നമ്മുടെ മെസ്സേജ് സിഗ്നലിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ദെൻ ദാറ്റ് ഇസ് പാസ് ടു എ സാമ്പിളർ. ഈ സാമ്പിളർ എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി കണ്ട നമ്മളിവിടെ വെച്ചിട്ട് ഇവിടെ FS ഉണ്ട്. ഈ FS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2 ടൈംസ്, ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. FS നമ്മളൊരു സാമ്പിളിംഗ് ഫ്രീക്വൻസി സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സാമ്പിളിംഗ് ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ അനലോഗ് സിഗ്നൽ സാമ്പിൾ ചെയ്യുന്നത്. ആ FS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിക്വിസ്റ്റ് ക്രൈറ്റീരിയയും ഫോളോ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് സാമ്പിളിംഗ് ക്രൈറ്റീരിയ ഫോളോ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് FS ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. വെൻ FS ഇസ് ഈക്വൽ ടു 2FM അതാണ് നമ്മൾ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പിളിംഗ് ക്രൈറ്റീരിയ നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് FS ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. അത് നമ്മൾ സാമ്പിൾ ചെയ്തു. സോ നമുക്ക് സാമ്പിൾസ് കിട്ടി. NTS സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ NTS ആണ്. സോ NTS റേറ്റിൽ സാമ്പിൾ ചെയ്ത സാമ്പിൾ സിഗ്നൽസ് കിട്ടി. അതെന്ന് വെച്ചാൽ നമ്മളൊരു PAM സിഗ്നൽ ആയിരിക്കും. PAM സിഗ്നൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആണ് PAM സിഗ്നൽ. നമുക്ക് വേണ്ടത് ബോത്ത് ഡിസ്ക്രീറ്റ് ഇൻ ടൈമും ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഉള്ള സിഗ്നൽസ് ആണ്. സോ ഈ PAM സിഗ്നൽസിന് നമ്മളൊരു കോണ്ടൈസറിലേക്ക് കൊടുക്കും. ഈ കോണ്ടൈസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടൈസ്ഡ് ഔട്ട്പുട്ട്, ദാറ്റ് ഇസ് റെപ്രസെന്റഡ് XQ ഓഫ് NTS. XQ ഓഫ് NTS എന്ന് പറഞ്ഞാൽ നമ്മൾ കോണ്ടൈസ്ഡ് സിഗ്നൽ ആണ്. അത് ഡിസ്ക്രീറ്റ് ഇൻ ടൈമും ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആണ് ഈ കോണ്ടൈസറിന്റെ ഔട്ട്പുട്ട്. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ടു എൻ എൻകോഡർ. ഈ എൻകോഡറിന്റെ ഔട്ട്പുട്ട് ദാറ്റ് ഇസ് ഗിവൺ ടു എ പാരലൽ ടു സീരിയൽ കൺവേർട്ടർ. നമ്മൾ എൻകോഡറിന്റെ ഔട്ട്പുട്ട് പാരലൽ ഔട്ട്പുട്ട് ആണ്. ആൻഡ് അതിന് നമ്മൾ സീരിയൽ ഔട്ട്പുട്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ പാരലൽ ടു സീരിയൽ കൺവേർട്ടർ. സോ ബേസിക്കലി ഈ സാമ്പിളിങ്ങും കോണ്ടൈസേഷനും അതുപോലെ എൻകോഡിങ്ങും നടക്കുന്നത് ഒറ്റൊരു ഡിവൈസിലാണ്, ദാറ്റ് ഇസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലാണ് ഈ പറഞ്ഞ 3 ഓപ്പറേഷൻസും നടക്കുന്നത്. സോ സോഴ്സ് ഓഫ് കണ്ടിന്യൂസ് ടൈം മെസ്സേജ് സിഗ്നൽ ഉണ്ട്, ദാറ്റ് ഇസ് അനലോഗ് സിഗ്നൽ ഉണ്ട്, ദാറ്റ് ഇസ് ഗിവൺ ടു ലോ പാസ് ഫിൽട്ടർ. ലോ പാസ് ഫിൽട്ടറിന്റെ ഔട്ട്പുട്ട് നമ്മൾ സാമ്പിളറിലേക്ക് കൊടുക്കും. ആ സാമ്പിളറിന്റെ സെറ്റ് ചെയ്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM ആണ്. ദാറ്റ് ഇസ് ഗിവൺ ടു എ കോണ്ടൈസർ. കോണ്ടൈസറിന്റെ ഔട്ട്പുട്ട് എൻകോഡറിന്റെ പാരലൽ ഔട്ട്പുട്ട് ആയിരിക്കും. സോ പാരലൽ ഔട്ട്പുട്ടിനെ നമ്മളൊരു സീരിയലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എ പാരലൽ ടു സീരിയൽ കൺവേർട്ടർ. ആൻഡ് ദാറ്റ് ഈസ് that the output of this P2S converter is given as a PCM output. ഈ പാരലൽ ടു സീരിയൽ കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഒരു PCM ഔട്ട്പുട്ട് ആയിരിക്കും. ഇതാണ് PCM ട്രാൻസ്മിറ്റർ. അത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. In a PCM transmitter, the signal X of t is first passed through a low pass filter of cutoff frequency FM. So FC എന്ന് പറഞ്ഞാൽ cutoff frequency ആണ്. Cutoff frequency എന്ന് പറഞ്ഞാൽ നമ്മളെ maximum frequency of the signal FM-നോട് ഈക്വൽ ആയിരിക്കും. This low pass filter block all the frequency component above FM. Above FM maximum frequency above FM-നെ കാട്ടിയും, അതായത് മെസ്സേജിന്റെ ഫ്രീക്വൻസി FM-നെ കാട്ടിയും ഗ്രേറ്റർ ആയിട്ട് വരുന്ന എല്ലാ ഫ്രീക്വൻസിനെയും ഇത് ബ്ലോക്ക് ചെയ്യും. ദിസ് മീൻസ് ദാറ്റ് now X of t is band limited to FM hertz. X of t എന്ന് പറഞ്ഞ അനലോഗ് സിഗ്നൽ നമ്മൾ ബാൻഡ് ലിമിറ്റ് ചെയ്തു FM hertz വരെ. സോ FM hertzനെ കാട്ടി മേലെ വരുന്ന എല്ലാ ഫ്രീക്വൻസിനെയും ഇത് ബ്ലോക്ക് ചെയ്യും. ആൻഡ് since it is a low pass filter. So the sample and hold circuit then samples the signal at a rate of FS. അതാണ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത് at a rate of FS ആണ്. And the sample frequency FS is selected sufficiently about Nyquist rate to avoid aliasing. Aliasing problem ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസി നമ്മൾ നിക്വിസ്റ്റ് റേറ്റിനെ കാട്ടിയും കൂടുതൽ എടുക്കുന്നത്. നിക്വിസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ FS ഈക്വൽ ടു 2FM ആകുമ്പോൾ നിക്വിസ്റ്റ് റേറ്റ് ആണ്. FS ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വാട്ട് നമുക്ക് പറയാം ഇവിടെ ഏലിയാസിംഗ് നടക്കത്തേ ഇല്ല. അബൌട്ട് ഏലിയാസിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നിക്വിസ്റ്റ് റേറ്റിനെ കാട്ടിയും കൂടുതൽ എടുക്കണം സാമ്പിളിംഗ് ഫ്രീക്വൻസി. നമ്മൾ ഒബ്വിയസ്ലി ഇവിടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി നമ്മൾ സെലക്ട് ചെയ്തത് FS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്വിസ്റ്റ് റേറ്റിനെ കാട്ടിയും വളരെ കൂടുതലാണ്. Output of the OS, that is output of the sampler, sample and hold circuit is denoted by Xn of Ts. ഈ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ Xn of Ts ആണ്. അതായത് നമ്മളെ NTS ഇവിടെ ഉദ്ദേശിക്കുന്നത് സാമ്പിളിംഗ് റേറ്റ് ആണ്. ആൻഡ് ദിസ് സിഗ്നൽ Xn of Ts ഇസ് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ബട്ട് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. അതാണ് നമ്മളൊരു PAM സിഗ്നൽ ആണ് ഈ Xn of Ts എന്ന് പറയുന്നത്. ആൻഡ് Q ലെവൽ കോണ്ടൈസർ ആണ്. ഈ Q ലെവൽ കോണ്ടൈസർ കമ്പയർസ് ദ
ഔട്ട്പുട്ട് xn of ts with its fixed digital levels. സോ ഈ നമ്മളിവിടെ യൂസ് ചെയ്തത് ഒരു കോണ്ടൈസ്റ്റ് ക്യൂ ലെവൽ കോണ്ടൈസ്റ്റ് ആണ്. സോ അതിനൊരു ഫിക്സ്ഡ് ഡിജിറ്റൽ ലെവൽസ് ഉണ്ടാവും. ആ ഫിക്സ്ഡ് ഡിജിറ്റൽ ലെവൽസ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ അനലോഗ് സിഗ്നൽ, അതായത് അനലോഗ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ ചെയ്ത അനലോഗ് സിഗ്നൽസിനെ നമ്മൾ കമ്പയർ ചെയ്യും. ഇറ്റ് ദെൻ അസൈൻ എനി വൺ ഓഫ് ദ ഡിജിറ്റൽ ലെവൽ ടു xn of ts. സോ ഈ xn of ts ഏതെങ്കിലും ഒരു ലെവൽ അസൈൻ ചെയ്യും, അതർ 1 or 0 എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ലെവൽ അസൈൻ ചെയ്യും, വിച്ച് റിസൾട്ട് ഇൻ മിനിമം ഡിസ്റ്റോർഷൻ ഓർ എറർ. സോ ബൈ അസൈനിങ് ലൈക്ക് ദിസ് there is minimum distortion or error. This error is called quantization error. So ഈ ഒരു മിനിമം ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ എററിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. സോ ഈ ക്വാണ്ടൈസേഷൻ പ്രോസസ്സിൽ ബേസിക്കലി നമ്മളൊരു ഫിക്സ്ഡ് ഡിജിറ്റൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ആ ഫിക്സ്ഡ് ഡിജിറ്റൽ ലെവലിനോട് നമ്മൾ ഈ വരുന്ന സാമ്പിൾ ചെയ്ത് വരുന്ന സിഗ്നൽസിനെ കമ്പയർ ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു ലെവൽ, ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ലെവൽ നമ്മൾ ഈ പറഞ്ഞ xn of ts അസൈൻ ചെയ്യും. സപ്പോസ് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂന്റെ മേലെയാണെങ്കിൽ നമ്മൾ 1 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യും. അതായത് xn of ts ഒരു പെർട്ടിക്കുലർ വാല്യൂന്റെ മേലെയാണെങ്കിൽ 1 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യും. സപ്പോസ് xn of ts ഒരു പെർട്ടിക്കുലർ വാല്യൂടെ താഴെയാണെങ്കിൽ വി അസൈൻ 0. സോ അങ്ങനെ നമ്മൾ അസൈൻ ചെയ്യും. ചില കേസിൽ ദർ വിൽ ബി മിനിമം ഡിസ്റ്റോർഷൻ ഓർ എറർ. ഈ ക്വാണ്ടൈസേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എറർ സംഭവിക്കാം. ദാറ്റ് എറർ ഇസ് കോൾഡ് ക്വാണ്ടൈസേഷൻ എറർ. ദ ഔട്ട്പുട്ട് ഓഫ് ദ ക്വാണ്ടൈസർ ഇസ് എ ഡിജിറ്റൽ ലെവൽ കോൾഡ് xq and ts. xq and ts എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് ആണ്. ആൻഡ് ദാറ്റ് ഇസ് എ ഡിജിറ്റൽ ലെവൽ ആണ്. ഇറ്റ് ഇസ് വൺസ് ആൻഡ് സീറോസ് ആണ് അതിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. Now that the quantized signal xq is given ബൈനറി എൻകോഡർ. സോറി, ഈ പറഞ്ഞ xq of nts നമ്മളൊരു ബൈനറി എൻകോഡറിലേക്ക് കൊടുക്കും. ഈ ബൈനറി എൻകോഡർ ആണ് ഈ പറഞ്ഞ വൺസ് ആൻഡ് സീറോസ്. ഇപ്പം ഈ പറഞ്ഞ വി ഡിജിറ്റ് ബിറ്റ് വേർഡിന് ഒരു ഡിജിറ്റൈസർ, ഈ ഒരു എൻകോഡറിന് നമ്മൾ ഡിജിറ്റൈസർ എന്ന് കൂടി പറയും. ഈ ഒരു എൻകോഡറിന് നമ്മളൊരു ഡിജിറ്റൈസർ എന്ന് കൂടി പറയും. ദിസ് എൻകോഡർ കൺവേർട്ട് ഇൻപുട്ട് സിഗ്നൽ ടു വി ഡിജിറ്റ് ബിറ്റ് വേർഡ് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ഡിജിറ്റൈസർ. In addition to this, there is an oscillator which generates the clock for samples. Now, നമുക്ക് ഇവിടെ ഒരു ടൈമർ കാണാം. ഒരു ടൈമർ, ഒരു ഓസിലേറ്റർ ഫോളോഡ് ബൈ ടൈമർ. സോ ഈ ഓസിലേറ്റർ എന്ന് വെച്ചാൽ generate clock for samples and whole circuit and parallel to serial converter. So ഈ ഓസിലേറ്റർ വഴി നമ്മൾ ടൈമർ is set to the samplerും P2S കൺവേർട്ടറിലേക്കും ഓസിലേഷൻ അല്ലെങ്കിൽ ടൈമിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. And the PCM sample and hold circuit and the quantizer and encoder combine analog to digital converter. So നമ്മൾ നേരത്തെ പറഞ്ഞത് ADC ഉള്ളിലുള്ള ഫങ്ഷൻസ് ആണ് ഈ സാമ്പിളിങ്ങും പിന്നെ ക്വാണ്ടൈസിങ്ങും എൻകോഡിങ്ങും. ട്രാൻസ്പീസിയം ട്രാൻസ്മിഷൻ പാത്താണ്. PCM സിഗ്നൽസ് ഉണ്ട്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള PCM സിഗ്നൽസിന് നമ്മളൊരു റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് പ്ലേസ് ചെയ്യും. ഒന്നിൽ കൂടുതൽ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യും. So the most important features of PCM system lies in ability to control the effect of distortion and noise when the PCM waves travels on the channel. So ഈ PCMത്തിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻസിനും നോയ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഈ PCM സിസ്റ്റത്തിനുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡിസ്റ്റോർഷൻസും നോയ്സിനെയും എഫക്റ്റിനെയും കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. സച്ച് റിപ്പീറ്റേഴ്സ് ആർ പ്ലേസ്ഡ് ക്ലോസ് ഇനഫ് ടു ഈച്ച് അതർ ഓൺ ദ ട്രാൻസ്മിഷൻ പാത്ത്. നമ്മൾ ട്രാൻസ്മിഷൻ പാത്തിന്റെ അകത്ത് റിപ്പീറ്റേഴ്സ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിരിക്കും ടു ഈച്ച് അതർ. സോ റിപ്പീറ്റ് 3 ബേസിക് ഓപ്പറേഷൻ സച്ച് ആസ് ക്വാണ്ടൈസേഷൻ, ടൈമിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. റിപ്പീറ്റേഴ്സ് പെർഫോം ചെയ്യുന്ന 3 ഓപ്പറേഷൻസ് ആണ്. ക്വാണ്ടൈസേഷൻ ഉണ്ട്, ടൈമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗും ആണ് റിപ്പീറ്റേഴ്സ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ്. ആൻഡ് ഈ ആക്ച്വലി റീപ്രൊഡ്യൂസ് ആൻഡ് നോൺ സിഗ്നൽ. സോ ഈ പറഞ്ഞ പോലെ ക്വാണ്ടൈസേഷനും ഡിസിഷൻ ടൈമിങ്ങും ക്വാണ്ടൈസേഷൻ, ടൈമിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഈ റിപ്പീറ്റേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു നോയ്സ് ഫ്രീ സിഗ്നൽസ് ആണ്, PCM സിഗ്നൽസ് ആണ് റിപ്പീറ്റേഴ്സിന്റെ ഔട്ട്പുട്ട്. സോ ഇങ്ങനെ നോയ്സ് ഫ്രീ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഓവറോൾ പെർഫോമൻസ്, നോയ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് നോയ്സ് പ്രസൻസിൽ തന്നെ PCMത്തിന്റെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാരണം റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഈ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് അധികം വെച്ച് കഴിഞ്ഞാൽ അതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നമുക്ക് അത് അത്ര അധികം വെക്കാൻ പറ്റത്തില്ല പ്രാക്ടിക്കലി. സോ വേറെ കുറെ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യും. സോ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് വെച്ചാൽ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ PCM സിഗ്നൽസ് ഡിസ്റ്റോർട്ടഡ് ആവും. ഈ PCM സിഗ്നലിലെ ഡിസ്റ്റോർഷൻസ് കൺട്രോൾ ചെയ്യാനാണ് ഈ പറഞ്ഞ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതിൽ ബേസിക്കലി 3 ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ഒന്ന് ക്വാണ്ടൈസേഷൻ ആൻഡ് ടൈമിംഗ്,
ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഓപ്പറേഷൻസ്. ഇനി റീജനറേറ്റീവ് റിപ്പീറ്ററിന്റെ ഉള്ളിലുള്ള ബ്ലോക്ക് ഡയഗ്രാം നോക്കുവാണെങ്കിൽ ഒരു ഡിസ്റ്റോർട്ടഡ് PCM വേവ് ഉണ്ട്, അതിനൊരു ആംപ്ലിഫയർ ഈക്വലൈസർ ഉണ്ട്, പിന്നെ ഒരു ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഡിവൈസ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ 3 കോണ്ടൈസ്. ടൈമിംഗ് ഉണ്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് ഡിവൈസ് ഇതിലുണ്ട്. സോ ദ ആംപ്ലിറ്റ്യൂഡ് കോണ്ടൈസർ ഹെൽപ്സ് ദ or condenser shapes the distorted PCM wave so as to compensate for the effect of amplitude and phase distortion. So നമ്മൾ ഈ ഡിസ്റ്റോർട്ടഡ് PCM വേവ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ആംപ്ലിറ്റ്യൂഡിലുള്ള ഡിസ്റ്റോർഷൻസും ഫേസിലുള്ള ഡിസ്റ്റോർഷൻസും ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ കോണ്ടൈസറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റോർട്ടഡ് ആയ PCM വേവിനെ ഒന്നും കൂടി റീഷേപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ് ഷേപ്സ് ദ ഡിസ്റ്റോർട്ടഡ് PCM വേവ് so as to compensate for the effect of amplitude and phase distortion. So ആംപ്ലിറ്റ്യൂഡിലും ഫേസിലും വന്ന ഡിസ്റ്റോർഷൻസ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ഈക്വലൈസർ ഇവിടെ വെച്ചിട്ടുള്ളത്. സോ ഈ ഡിസ്റ്റോർട്ടഡ് PCM വേവിൽ നമ്മളൊരു ആംപ്ലിഫയർ ഈക്വലൈസറിലേക്ക് വെച്ചിട്ട് ഇൻപുട്ടായി കൊടുക്കും. സോ ഇത് ഈ പറഞ്ഞ ഈ ആംപ്ലിറ്റ്യൂഡിലും അതേപോലെ ഫേസിലും വന്ന ഡിസ്റ്റോർഷൻസിനെ കോമ്പൻസേറ്റ് ചെയ്യും. And the timing circuit produces a periodic pulse train which is derived from the input PCM pulse. So ഈ ഇൻപുട്ട് PCM പൾസിൻ്റെ അകത്ത് ഡിറൈവ് ചെയ്ത പീരിയോഡിക് പൾസ് ട്രെയിൻ ആണ് ഈ ടൈമിംഗ് സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് PCM പൾസസിൻ്റെ അകത്ത് ഡിറൈവ് ചെയ്ത ഒരു പീരിയോഡിക് ആയിട്ടുള്ള പൾസ് ട്രെയിൻ ആണ് ഈ പറഞ്ഞ ടൈമിംഗ് സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പൾസ് ട്രെയിൻ ഈസ് ദെൻ അപ്ലൈ ടു ഡിസിഷൻ മേക്കിംഗ് ഡിവൈസ്. നമുക്ക് ഇവിടെ കാണാം ഈ ഒരു പൾസ് ട്രെയിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ഡിവൈസിലേക്കാണ്. And the decision-making devices use this pulse train for sampling the equalized PCM pulse. So, ഈ decision-making device എന്താന്ന് വെച്ചാൽ ഈ പൾസ് ട്രെയിൻ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ ഈക്വലൈസ്ഡ് ആയിട്ടുള്ള PCM പൾസിനെ സാമ്പിൾ ചെയ്യും. അതായത് ഈക്വലൈസ്ഡ് PCM പൾസിനെ ഈ സാമ്പിൾ ചെയ്യാനാണ് ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് ഡിവൈസ് ഈ ടൈമിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൾസ് ട്രെയിൻ യൂസ് ചെയ്യുന്നത്. The sampling is then carried out at an instant where the signal to noise ratio is maximum. നമ്മൾ സാമ്പിളിംഗ് ക്യാരി ചെയ്യുന്നത് ത്രൂ ഔട്ട് അല്ല, എവിടെയാണോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമം അവിടെ നമ്മൾ സാമ്പിളിംഗ് ചെയ്യും. And the decision-making device make a decision about whether the equalized PCM wave at its value has zeros or one value at the instant of sampling. ഈ ഡിസിഷൻ മേക്കിംഗ് എന്താ ചെയ്യാന്ന് വെച്ചാൽ സാമ്പിളിംഗ് ചെയ്തു എവിടെയാണ് ചെയ്തതെന്ന് വെച്ചാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമം എവിടെയാണോ അവിടെയാണ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് ഡിവൈസ് എന്ന് ചെയ്യുന്നത് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യും വെദർ ദ വേവ് ഹാസ് ഇൻപുട്ട് 0 ഓർ വാല്യൂ 1 അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സാമ്പിളിംഗ്. ഈ നമ്മൾ ഏത് ഇൻസ്റ്റന്റിലാണോ സാമ്പിൾ ചെയ്തത് അവിടെ വേവിന് 0 ആണോ 1 ആണോ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഡിസിഷൻ മേക്കിംഗ് ഡിവൈസ് ആണ്. സോ ഡിസിഷൻ മേക്കിംഗ് ഡിവൈസ് ഈ ടൈമിംഗ് സർക്യൂട്ട് വെച്ചിട്ട് ഈ പറഞ്ഞ ഇൻപുട്ടായി ഈക്വലൈസ്ഡ് ആയിട്ട് വരുന്ന ആംപ്ലിഫയർ ഈക്വലൈസറിന് വരുന്ന ഔട്ട്പുട്ടിനെ സാമ്പിൾ ചെയ്യും. എവിടെയാണ് സാമ്പിൾ ചെയ്യുന്നത് വെച്ചാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എവിടെയാണോ കൂടുതൽ അവിടെ സാമ്പിൾ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് വാല്യൂ ഉള്ള ഇൻസ്റ്റന്റ് ആണല്ലോ നമ്മൾ സാമ്പിളിംഗ് ചെയ്ത് അവിടുത്തെ വാല്യൂ നമ്മൾ 1 ആണോ 0 ആണോ ഡിസൈഡ് ചെയ്യും. ആ ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ ദിസ് ഡിസിഷൻ മേക്കിംഗ് device. So such a decision is made by comparing equalized PCM with a reference level called decision threshold. So ഈ ഒരു 1 ആണോ 0 ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്തിട്ടാണ്. ഒരു ഡിസിഷൻ മേക്കിംഗ് ഡിവൈസിൽ ഒരു ത്രഷോൾഡ് വാല്യൂ ഉണ്ടാവും. സോ ആ ത്രഷോൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ആ വാല്യൂവിന് മേലെ വന്നാൽ നമ്മൾ പറയും ആ ഒരു സാമ്പിളിംഗ് ഇൻസ്റ്റന്റിൽ അവിടുത്തെ വാല്യൂ 1 ആണെന്ന്. ആ ഒരു ത്രഷോൾഡ് വാല്യൂവിന് താഴെ വന്നാൽ നമ്മൾ പറയും നമ്മൾ ആ സാമ്പിൾ ചെയ്ത ഇൻസ്റ്റന്റിൽ അതായത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എവിടെയാണോ മാക്സിമം അവിടെയാണ് സാമ്പിളിംഗ് ചെയ്യുന്നത്. സോ ആ ഇൻസ്റ്റന്റിൽ 0 ആണ് വാല്യൂ എന്ന് പറയും. സോ അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഡിസിഷൻ ഡിവൈസ് വി ഗെറ്റ് എ ക്ലീൻ PCM സിഗ്നൽ വിത്തൗട്ട് എനി നോയ്സ്. സോ PCMത്തിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ക്ലീൻ ആയിട്ടുള്ളൊരു റീജനറേറ്റീവ് റിപ്പീറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ഒരു ക്ലീൻ ആയിട്ടുള്ള PCM സിഗ്നൽസ് ആണ് വിത്തൗട്ട് എനി നോയ്സ്. സോ റീജനറേറ്റീവ് റിപ്പീറ്ററിന്റെ ഇൻപുട്ടിൽ വന്നത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള PCM സിഗ്നൽസ് ആണ്. സോ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള PCM സിഗ്നൽസിനെ നമ്മൾ നോയ്സ് ഫ്രീ സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റുന്നതാണ് ഈ റീജനറേറ്റീവ് റിപ്പീറ്റർ. അതിൽ ബേസിക്കലി ഇത്ര 3 ബ്ലോക്സ് ആണ് ഉണ്ടാകുന്നത്. ആംപ്ലിഫയർ ഈക്വലൈസർ ഉണ്ട്, അതായത് ആംപ്ലിറ്റ്യൂഡിലും ഫേസിലുള്ള ഡിസ്റ്റോർഷൻസ് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ ആംപ്ലിഫയർ ഈക്വലൈസർ. പിന്നെ ഒരു ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട്. ഈ ടൈമിംഗ് സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ട്രെയിൻ ഓഫ് പൾസ് ആണ് വിച്ച് ഇസ് ഡിറൈവ് ഫ്രം ദ PCM പൾസസ്. ഇൻപുട്ടിലുള്ള PCM പൾസിനകത്ത് ഡിറൈവ് ചെയ്ത ഒരു പൾസ് ഓഫ് ട്രെയിൻ ഉണ്ട്. ഈ പറഞ്ഞ ആംപ്ലിഫയർ ഈക്വലൈസറിന് വരുന്ന സിഗ്നൽസിന് നമ്മൾ ഈ ഡിസിഷൻ മേക്കിംഗ് ഡിവൈസിൽ
ഈ പറഞ്ഞ ടൈമിംഗ് സർക്യൂട്ട്, ഈ പൾസ് ട്രെയിൻ വെച്ചിട്ട് നമ്മൾ സാമ്പിൾ ചെയ്യും. എവിടെയാ സാമ്പിൾ ചെയ്യുന്നത് വെച്ചാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എവിടെയാണോ മാക്സിമം ആ ഒരു ഇൻസ്റ്റന്റിലാണ് സാമ്പിളിങ് ചെയ്യുന്നത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഡിവൈസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡ് വെച്ചിട്ട് നമ്മൾ ഏത് ഇൻസ്റ്റന്റിലാണോ സാമ്പിൾ ചെയ്ത് ആ ഇൻസ്റ്റന്റിലുള്ള വാല്യൂസിന് കറസ്പോണ്ടിങ് വൺസ് ആൻഡ് സീറോസിലേക്ക് മാറ്റും ബേസ്ഡ് ഓൺ ദിസ് ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ഹിയർ. സോ ഈ ഡിസിഷൻ മേക്കിംഗ് ഡിവൈസിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഈ റീജനറേറ്റഡ് പി സി എം വേവ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഡിസ്റ്റോർട്ടഡ് പി സി എം വേവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോയ്സ് ഫ്രീ ആയിരിക്കും. ഡിസ്റ്റോർട്ടഡ് അല്ല, ക്ലീൻ ആയിട്ടുള്ള ഒരു പി സി എം വേവ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. പിന്നെ അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റോർഷൻസ് വരാം, ആംപ്ലിറ്റ്യൂഡിലും വരാം, ഫേസിലും വരാം. സോ ആദ്യം നമ്മൾ റീജനറേറ്റഡ് റിപ്പീറ്റേഴ്സ് വെക്കാം. അപ്പോൾ സോ റിസീവറിന്റെയും ട്രാൻസ്മിറ്ററിന്റെയും നടുക്ക് നമ്മൾ നമ്പർ ഓഫ് റീജനറേറ്റഡ് റിപ്പീറ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു പി സി എം വേവ് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള പി സി എം പൾസ് കോഡ് മോഡുലേഷൻ സിഗ്നൽ നമുക്ക് റിസീവറിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. സോ ഒറ്റൊന്നല്ല, നമ്പർ ഓഫ് റീജനറേറ്റഡ് റിപ്പീറ്റേഴ്സ് വെച്ച് ഇത് ട്രാവൽ ചെയ്ത് ട്രാൻസ്മിഷൻ പാത്തിലേക്ക് ട്രാവൽ ചെയ്തതിനനുസരിച്ച് തന്നെ ഇവിടെ ഡിസ്റ്റോർഷൻസ് ആഡ് ഓൺ ആയി വീഴും. സോ ഈ ഡിസ്റ്റോർഷൻസ് ആഡ് ഓൺ ആകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ ക്ലീൻ ആക്കി മാറ്റിയിട്ടാണ് റിസീവറിലേക്ക് എത്തിക്കുന്നത്. ഇനി ഒരു പി സി എം റിസീവർ ആണ്. ഈ പി സി എം റിസീവറിൻ്റെ അകത്ത് നമുക്കറിയാം ഇൻകമിങ് പി സി എം സിഗ്നൽസ് പ്ലസ് നോയ്സ് ഉണ്ടാവും. ഒബ്വിയസ്ലി നോയ്സ് ഉണ്ടാവും, കാരണം അത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പം ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. സോ അവിടെ ഈ റിസീവർ സൈഡിലും ഒരു റീജനറേറ്റർ ഉണ്ടാവും. ഈ റീജനറേറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പി സി എം സിഗ്നൽ പ്രൊവൈഡ് ചെയ്യും. അത് നമുക്കറിയാം ഈ ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ പാരലൽ ടു സീരിയൽ കൺവേർട്ടർ ആയിരുന്നു. സോ റിസീവർ സൈഡിൽ അതെന്താ നേരെ ഓപ്പോസിറ്റ് ആണ്, സീരിയലിനെ പാരലൽ കൺവേർട്ടറിലേക്ക് മാറ്റി. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഒരു D2A ബ്ലോക്ക്, അതായത് ഡിജിറ്റൽ സിഗ്നലിനെ തിരിച്ച് അനലോഗ് ആക്കി മാറ്റണം. സോ ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്, ഫോളോഡ് ബൈ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഉണ്ട്, പിന്നെ ഒരു ലോ പാസ് ഫിൽറ്റർ ഉണ്ട്. ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദിസ് ലോ പാസ് ഫിൽറ്റർ വി ഗെറ്റ് ദിസ് അനലോഗ് സിഗ്നൽ അല്ലെങ്കിൽ ഒറിജിനൽ സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ. ഇത്രയാണ് ബ്ലോക്ക്. ആൻഡ് ഈ ഒരു സിങ്ക്രണൈസർ എന്നുള്ള രീതിയിൽ വി ഹാവ് എ ടൈമർ ഹിയർ വിച്ച് ഇതിന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി തന്നെ FS ആണ്. So the regenerated the start of the PCM receiver reshapes the pulse and removes the noise. Regenerator നമ്മൾ മുന്നേ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. So this signal is then converted into parallel digital world for each sample. അപ്പം വരുന്നത് സീരിയൽ ഡാറ്റയാണ്. സോ സീരിയൽ ഡാറ്റനെ നമ്മൾ പാരലൽ ഡാറ്റയിലേക്ക് ഒരു സീരിയൽ ടു പാരലൽ കൺവേർട്ടർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് നൗ ദ ഡിജിറ്റൽ വേൾഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനലോഗ് വാല്യൂ XQ of t with the help of sample and hold circuit. So നമ്മൾ ഈ അനലോഗ് ഈ ഒരു ഡിജിറ്റൽ വേൾഡിനെ നമ്മൾ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് വെച്ചിട്ട്. ദെൻ ദിസ് സിഗ്നൽ അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഇസ് അലൗഡ് ടു പാസ് ത്രൂ എ ലോ പാസ് റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ. സോ ആ ഒരു സിഗ്നലിനെ നമ്മൾ ലോ പാസ് റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ വെച്ചിട്ട് ഒറിജിനൽ സിഗ്നൽ X of t ലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ PCM റിസീവർ.